കഴിഞ്ഞാൽ have to tell you suddenly. And if I function here inside my house, സഹദേവ മന്ദിരം ഇവിടെ ഒരാളുകളും ഇല്ല. നിങ്ങൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് യൂട്യൂബിനകത്തും ഫേസ്ബുക്കിനകത്തും ഒരാളുകളുടെയും കൂടെയാണ് നമ്മളിരിക്കുന്നത്. എന്റെ പാർട്ണർ മുകേഷ് കുമാർ, വേറെ ആരുമില്ല. അപ്പോ കഴിഞ്ഞാല് ചില ആൾക്കാർക്ക് വേറെ ആരോടും ഇല്ലേ എന്ന് വെച്ചാൽ നമ്മുടെ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവന്മാര്. വേറെ ഉള്ളവരൊന്നും കാണരുത് ഞാൻ ഡിസ്റ്റന്റ് ആൾക്കാരൊന്നും കാണരുത്. ഈ ഗ്യാങ്ങിലുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മളുടെ യൂട്യൂബ് കാണുന്നത്. ഫേസ്ബുക്ക് ഓൾറെഡി നമ്മൾ ഹൈഡ് ചെയ്ത് നമ്മൾ പ്രൈവറ്റ് ഇതാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് നമ്മൾ ആരും അധികം കാണാതിരിക്കാൻ വെച്ചിരിക്കുകയാണ് ഫേസ്ബുക്ക്. പക്ഷെ യൂട്യൂബ് അങ്ങനെയല്ലോ, ഇറ്റ്സ് ഓപ്പൺ ആക്ച്വലി. എവിടെ വേണമെങ്കിലും അത് സർക്കുലേറ്റ് ആവും, ആളുകൾക്ക് കാണാവുന്നതാണ് നമ്മുടെ യൂട്യൂബ്. അങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ്. അപ്പൊ ഇത് കാണാതിരിക്കാൻ വേണ്ടി ഒരുമാതിരി ഇങ്ങനെ ഹൈഡ് ചെയ്ത് നേരത്തെ നമ്മൾ ഡീപ്പായി പഠിക്കാവുന്ന അടിക്കുമ്പോഴേ ഇങ്ങനെ നമ്മുടെ ഇത് വരുമായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല, എന്തോ ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളതേലും ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു അനീഷ് എന്ന് പറയുന്നവന്, പിന്നെ ഒരു അർജുൻ DK, പിന്നെ വേറൊരു വേറൊരാളൻ, അവന്റെ പേരെന്തോന്ന് നമുക്ക് അറിയത്തില്ല, BTS പറഞ്ഞോണ്ടൊരു ഫേക്ക് ഐഡിയ ആണ് മിക്കവാറും. അവൻ ചോദിക്കുന്നതാണ് ചേച്ചി മോളെ മിസ് ചെയ്യുന്നില്ലേ, മോളെ മിസ് ചെയ്യുന്നില്ലേ? നമുക്ക് അങ്ങനെ മിസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. 20 വയസ്സായി അവർക്ക്. ഞാനും 10 പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേനും ഞാനും പഠിക്കാൻ പോയതാണ് ദൂരെയൊക്കെ. അപ്പൊ നമ്മൾ മിസ് ചെയ്തോണ്ടിരിക്കുകയല്ല. അവർക്കും മിസ്സിങ് ഒന്നുമില്ല, നമുക്കും മിസ്സിങ് ഒന്നുമില്ല. ഒരു ഏജിലായപ്പോഴാണ് നമ്മൾ ഈ ബിജുപി എന്ന് പറയുന്ന അവന്റെ വീട്ടിൽ നിന്ന് പോരുന്നത്. അവൾ തന്നെ പറഞ്ഞാൽ ഇവിടുന്ന് പൊക്കോ, അവിടുത്തെ ഗുസ്തിയും ബഹളങ്ങളും ഹരാസ്മെന്റും എല്ലാം കാരണം പറഞ്ഞ അമ്മയുടെ വീട്ടിൽ പൊക്കോ, ഇനി ഇങ്ങോട്ട് വരിക വേണ്ട, ഇവിടെ തന്നെ നിന്നോളാം എന്ന് നമ്മളോട് പറഞ്ഞിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ഡിവോഴ്സിനായിട്ട് പോരുന്നത്. പക്ഷെ വലിയ രോഗങ്ങളായിരുന്നു അവിടെ. പിന്നെ ചിലവർക്കൊക്കെ ഈ ആലോചിക്കണം, ബിജുവിന്റെ കൂടെ ഈ പോന്നോ, പ്രിയദർശനും ലിസിയും ഒന്നിച്ച്, പ്രിയദർശനും ലിസിക്കൊന്നും വേറെ ജോലിയില്ല. അവരിങ്ങനെ പീഡിപ്പിച്ചിട്ടൊന്നും അല്ലെങ്കിൽ ലിസിയെ പിടിച്ച് 18 ദിവസം മയക്കിയിട്ടിട്ടൊന്നും അല്ല ലിസിയും പ്രിയദർശനും കൂടെ ഒക്കെ ഡിവോഴ്സ് ആയിട്ട്, മനസ്സിലായില്ലേ? പ്രിയദർശൻ ലിസിയെ അടിക്കുകയും പിടിക്കുകയൊന്നും ചെയ്തിട്ടല്ല. അതുപോലെ ലിസിയുടെ സ്വർണം എടുത്ത് ഇതാക്കുക, നല്ല ഡ്രസ് ഇടാൻ സമ്മതിക്കാതിരിക്കുക, ഇങ്ങനത്തെ പീഡനങ്ങളൊന്നും പ്രിയദർശന്റെ സൈഡിൽ നിന്ന് ലിസിക്ക് ഉണ്ടായിട്ടുണ്ടാവത്തില്ല എന്തായാലും. ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരുടെ ചോദ്യം. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ പ്രിയദർശനും ലിസിയും കൂടെ ഒന്നിച്ചു? ആ പ്രിയദർശനും ലിസിക്ക് വേറെ ജോലിയൊന്നുമില്ല. അതെങ്ങനെ അവരിങ്ങനെ ടോട്ടലി ഒരാളിനെ ഹരാസ് ചെയ്തിട്ടൊന്നുമല്ല അവര് പിരിഞ്ഞത്. അവര് വേറെ ഹിഡൻ കാര്യങ്ങൾക്ക് വേണ്ടി പിരിഞ്ഞിട്ട് ഒന്നിക്കുകയാണ്, മനസ്സിലായില്ലോ? അപ്പൊ നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അവരുടെ ഹരാസ്മെന്റ് ഇടാൻ വയ്യാതെ അത് വേറെ വല്ലവരുടെ അടുത്ത് കൂടെ പോയാൽ മതിയത്. നമുക്ക് ഇനി ആ ഛർദ്ദിച്ചതൊന്നും നമ്മൾ ഭക്ഷിക്കാറില്ല, മനസ്സിലായോ? പ്രിയദർശനം അപ്പൊ ഓരോരുത്തരുടെ ചോദ്യങ്ങളാണ്. പിന്നെ ചേച്ചിക്ക് അങ്ങനെ മോളെ മിസ് ചെയ്യേണ്ട പ്രായമൊന്നുമില്ല. ഇനിയിപ്പോ മോള് മിസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി മോള് നെക്സ്റ്റ് PGക്ക് പഠിക്കാൻ പോലെ എന്താ അമ്മയുടെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നതൊന്നുമല്ല. അമ്മയെ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ല മക്കൾ, മനസ്സിലായില്ലേ? ഒരമ്മമാരെ കെട്ടിപ്പിടിച്ചിരിക്കുകയല്ല മക്കൾ. അവരവരുടെ കാര്യം ഇനി PGക്ക് പഠിക്കാൻ പോകുന്നത്, ഈ ജോലിക്ക് അവളുടെ കാര്യം നോക്കിയൊക്കെ പോവാണ്. അല്ലാതെ അമ്മ അച്ഛൻ എന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കുന്ന കാലമൊക്കെ അവർക്ക് പണ്ടും ഇല്ല, ഇപ്പോഴും ഇല്ല, മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്. അപ്പൊ ഇതൊന്നും മിസ് ചെയ്യുന്നില്ല. ഇതൊന്നും ചോദിച്ചാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള നമ്മളുടെ ഈ ഇവരുടെ പല പല ഇതും ഫെയിൽ ആവുമ്പോൾ ഇവരുടെ പല പല പ്ലാനുകളും ഇങ്ങനെ ഇതാവാതെ വർക്ക്ഔട്ട് ആവാതെ ഇരിക്കുമ്പോൾ നമ്മളോട് ഇങ്ങനെ പലതും പറയും. അയ്യോ അങ്ങനെ ചെയ്യുന്നോ, മിസ് ചെയ്യുന്നോ, പ്രിയദർശനും ലിസിയൊക്കെ ഒന്നിച്ച് അവരൊന്നിക്കട്ടെ. എനിക്ക് ഒന്നിക്കാറില്ല ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചത്. കോടതിയെ നോക്കൂത്തിയാക്കാനല്ല ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചത്. കോടതി നോക്കൂത്തിയൊന്നുമല്ല. കോടതി ചുമ്മാതിരുന്നല്ല അവിടെ ഓർഡർ ഇടുന്നത്. ആവശ്യക്കാർക്കും വളരെ ജെനുവിനായിട്ട് ചെല്ലുന്നവർക്കും വേണ്ടി ഓർഡർ ഇടാനാണ് കോടതി ഇവിടെ ഇരിക്കുന്നത്. ഇങ്ങനെ കുറച്ച് പ്രഹസനങ്ങൾക്ക് വേണ്ടി ഇപ്പൊ നടക്കുന്നുണ്ട് ഒത്തിരി ഡിവോഴ്സ്. ഇതും അങ്ങനെ ഞാൻ നമ്മളെ പല രീതിയിൽ പീഡിപ്പിച്ചതിന്റെ എല്ലാം ഇത് തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട്. ഇവൻ നമ്മുടെ ജോലിക്ക് വിടാതിരുന്ന അങ്ങനെ ഒത്തിരി പീഡനങ്ങൾ ഇവരെ വെച്ച് തോളയിലോട്ട് വെക്കാണ്ട്. പിന്നെ അതുപോലെ ഇവന്റെ സ്വത്തുക്കളെല്ലാം നശിച്ച് വെറും നശിപ്പീരുകാരനാണ്. ഇവന്റെ സ്വത്തുക്കളെല്ലാം പിരിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇവനിപ്പോ സ്വത്തുണ്ടോ എന്തോ ഒന്നും നമുക്കറിയത്തില്ല. ഇവന്റെ വേറെ ഒന്നും ഇപ്പൊ നമുക്കറിയത്തില്ല. ഇവനെ ആരാണെന്നോ എന്താണെന്നോ ഇവൻ എന്തുണ്ടെന്നോ ഒന്നും നമുക്കറിയത്തില്ല. ഇവനെ ഇനി എന്റെ തോളത്തോട്ട് എടുത്ത് വെക്കേണ്ട കാര്യമില്ല. അത് തന്നെയാണ് ഇവന്റെ കൂടെ ജീവിച്ചാണ്. അതുപോലെ ഒരു മുടിഞ്ഞ കാലഘട്ടം വേറെ ഇല്ലായിരുന്നു. മുടിച്ച് തേച്ച് കഴിയും അവൻ നമ്മളെ മുടിച്ച് തേച്ച് കഴിയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുടിയനായ ഒരവൻ ഇതുപോലൊരു മുടിയനെ കണ്ടിട്ടില്ല. ഒരു തേർഡ് റേറ്റ് ബാസ്റ്റേർഡ്. ബിജുപി എന്ന് പറയുന്നത് തേർഡ് റേറ്റ് ബാസ്റ്റേർഡ്. അവനെ വേറെ വല്ലതും വേണമെങ്കിൽ കെട്ടി തലയോട്ട് വെച്ചോ. ദീപാവലിക്കൊന്നും വേണ്ട.
ഇവിടെയും കയറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുക. കുറെ തേർഡ് റേറ്റ് പാസ്റ്റേഴ്സ് ഇങ്ങനെ വരിക, സദാനന്ദ മന്ദിരത്തിൽ കയറി ഇങ്ങനെ ബൈക്കും കുറെ ഹെൽമെറ്റും ഒക്കെ വെച്ച് ഇങ്ങനെ നിമിഷത്തിന് നിമിഷം ആളുകൾ വരുന്നില്ല ഞാൻ ആലോചിക്കുന്നത്. നാളെ ഇല്ലേ മാർക്കൊന്നും അയച്ചു ഇട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത് എപ്പോഴും. ഈ ക്യാമറ സഹദേവന്ദിരത്തിലാണ്. എന്തെല്ലാം കഥകൾ ഇനി ഉണ്ടാക്കിയാൽ ശരി ഈ ക്യാമറ സഹദേവന്ദിരത്തിലാണെന്ന് ഏതെവിടെ ഫോറൻസിക് അവിടെ പരിശോധിച്ചാൽ ഇങ്ങനെ അവർ പറയും ഇത് ഇവിടുത്തെ ക്യാമറയാണ്, ഇത് ദീപായസ് പണിക്കറാണെന്ന്. മനസ്സിലായില്ലേ? എന്താ ഡ്രാമ കാണിക്കുക? ഡ്രാമ എന്ത് വലിയ ഡ്രാമയാണെങ്കിലും വലിയ വലിയ ഡ്രാമകളൊക്കെ നടത്തും. കുറെ ഒരു രാജേഷ് സിംഗ് എന്ന് പറയുന്നവന് അവിടെ വന്നിട്ട് മോഹൻ സിംഗിന്റെ വീട്ടിൽ സന്ധ്യയാകുമ്പോൾ അവിടെ വന്നിട്ട് കാറിട്ടേക്ക് മോഹൻ സിംഗിനെ കൊണ്ട് കയറ്റിക്കൊണ്ട് പോകുന്നിട്ട് അതിന്റെ കഥ മുഴുവൻ ഞാൻ കയറി പോയെന്നൊക്കെയുള്ള കഥകൾ. എന്ത് കഥ ഉണ്ടാക്കിയാലും ഞാൻ എവിടെ ഇരിക്കുന്നത്, ഞാൻ എവിടെയാണെന്നുള്ളത് ഇതൊക്കെ കണ്ടാലറിയാം. ഈ ഫോട്ടോ തൂങ്ങി കിടക്കുന്ന എന്റെ അച്ഛൻ്റെയാ, കണ്ടവരുടെയൊന്നുമല്ല. ഇതൊക്കെ അങ്ങോട്ട് നല്ലപോലെ സൂം ചെയ്ത് അവർക്ക് എടുക്കാനൊക്കെ ഫോറൻസിക്കിനും അവർക്ക് കൊടുക്കും, കോടതിയിലോട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം എഴുതി ദൂരെ കളയും, അഹങ്കാരം എടുക്കുന്നു. ഞാൻ എന്റെ വീട്ടിലായിരിക്കില്ല മാനമര്യാദയ്ക്ക് ലേസർ അടിക്കുക, അതടിക്കുക, ഇതടിക്കുക, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉപയോഗിക്കുക, നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ കുക്കപ്പ് ചെയ്യുക നമ്മുടെ ബ്രെയിന്, അതിനെല്ലാം ഇതുണ്ട്. അപ്പോഴത്തേനും നമ്മൾ ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുവാണെങ്കിൽ നമ്മുടെ തലയിലോട്ട് ഇന്നലെ രാവിലെ ഒരു 10 മണിക്ക് മുന്നെയാണ് ഇതിങ്ങനെ അടിച്ച് നമ്മുടെ ഒറ്റ നിമിഷം കൊണ്ടാണ് നമ്മുടെ കണ്ണ് ഇങ്ങനെ നമുക്കറിയാം നമ്മുടെ ലൈറ്റ് എല്ലാം ഇങ്ങനെ നല്ല ഡിമ്മാവും. നിങ്ങൾക്കറിയാം ഇൻഡക്ഷൻ കുക്കർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലപോലെ. ഡൽഹി വെച്ച് ഇൻഡക്ഷൻ കുക്കറാണ് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഓണാക്കുന്ന ഈ നല്ല 2000 വാട്ട് ഉള്ള സാധനമാണ്. നിങ്ങൾക്കെല്ലാം അറിയാം 1600 to 2000 വാട്ട് പിടിക്കുന്ന സാധനമാണ് ഇൻഡക്ഷൻ കുക്കർ. അപ്പോഴത്തേക്കും ഇതിന്റെ കറണ്ട് ഇങ്ങനെ വോൾട്ടേജ് ഇങ്ങനെ ഡിമ്മാവും. അതുപോലെയാണ് ഇന്നലെ ആ സംഭവം. അങ്ങനെ പല പല വേറെ ഇപ്പൊ ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ അടിക്കുക, ഇങ്ങനെ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ അടിക്കുന്നുണ്ട്, ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകമാര്. പിന്നെ പല പല ഇതെല്ലാം ആൾക്കാർ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവരുടെ ഗ്യാങ് സ്റ്റോക്കിങ് ഇങ്ങനെ പല പല രീതികളെല്ലാം ഗൂഗിളിനകത്തും പിന്നെ യൂട്യൂബിനകത്തും എല്ലാം നല്ല ശരിക്ക് ആൾക്കാർ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞ ഈ ഓണാവുക, നമ്മുടെ മോട്ടർ ഓഫ് ആക്കുക, മറ്റേത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം കൊട്ടാരക്കര നടന്നത് ഗൂഗിളിനകത്തോട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. കൊട്ടാരക്കരയിലെ സംഭവം ഉടനെ വരും. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കൊട്ടാരക്കരയിലെ സംഭവമൊക്കെ. ഇല്ലാത്തതൊന്നും പറയുന്നില്ല കേട്ടോ. ബ്ലൂടൂത്ത് ഡോങ്കിളൊക്കെ വെച്ച് 14 വയസ്സുകാരൻ ചെയ്തെന്നാ പറയുന്നത്. പറയാം അങ്ങനൊന്നുമല്ല ബുദ്ധി. 14 വയസ്സുകാരന്റെ ബുദ്ധി കാട്ടി കൂടുതലില്ലയോ ആർക്കും. ഒലകെട്ടിയില് അവനെന്താ അറിയാവോ? അവൻ പോലീസാണോ CBI എന്തോ അവൻ ഈ പറഞ്ഞവൻ? അവൻ പോലീസാണോ CBI ആണോ എന്തോ അറിയത്തില്ല. അവൻ പറയും ഇവിടെ ഒലകെട്ടിയിൽ അങ്ങനെ വലിയ ബുദ്ധി ഉള്ളവരോ അങ്ങനൊന്നും ഉള്ളവർ ഇല്ലാന്ന്. അവൻ CBI എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CBIയോ പോലീസോ, അവന് പോലീസിലാ ജോലി. അവൻ എല്ലാവരും എന്തൊക്കെയാ ചെയ്യുന്നത് അവനെ കാണിച്ച് എല്ലാവരും ചെയ്യുന്നതെല്ലാം ആക്ടിവിറ്റി. പിന്നെ നമ്മുടെ വസ്തു പോലത്തെ ചോദിക്കുന്ന അനീഷ് എന്ന് പറയുന്നത് നെൽപ്പാടമാണോ ചേച്ചി? നെൽപ്പാടം ഞാൻ യൂട്യൂബിനകത്തും എല്ലാം നമ്മൾ ഇതാക്കിയിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. മാത്രം തെങ്ങുംപുരയുടെ വേണ്ട. പിന്നെ നമ്മൾ സുബ്രഹ്മണ്യൻ പറ്റിച്ചെടുത്ത് പോലും അവനോട് 2003 അവൻ എനിക്ക് 10 സെന്റ് സ്ഥലം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അവനോട്. 7 സെന്റ് സ്ഥലം വാങ്ങിച്ചത് 1 സെന്റിന് 7000 രൂപ വീതമാ അന്ന് 2003 കേട്ടോ. വഴിയൊന്നും ഇല്ലാത്തതാ, വഴിയൊന്നും പിഴയൊന്നും ഇല്ലാത്ത വസ്തു. 2003 7000 രൂപ സെന്റിന്. നിങ്ങൾ 2003 സ്വർണ്ണവില നോക്കിയാൽ മതി. നിങ്ങൾ 2003 സ്വർണ്ണവില നോക്ക്. പൊന്നുമല കൊടുത്താ വാങ്ങിച്ചത്.